ഹലോ. എടാ ഞാനങ്ങനെ കൊല്ലത്ത് ഒരു മീറ്റിങ്ങിന് പോയതാണ്. വെളുപ്പിനെ ഇറങ്ങിയതാണ്. ഞാനുണ്ടായിരുന്നു, സുവി ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിനെ ഇറങ്ങിയതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറാനായിട്ട് പോകാമായിരുന്നു. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ കയറി അങ്ങെത്തി. അതിന് ശേഷം ദാണ്ടെ ഈ പിള്ളേരൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ സാറുണ്ടായിരുന്നു. ഭാഗ്യത്തിന് സൈഡ് സീറ്റ് തന്നെ കിട്ടി, വിൻഡോ സീറ്റ്. നോർമലി ഞാൻ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഫാമിലിയുടെയൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ കസിൻസോട്ടൊക്കെ അടിയാണ് ഈ സൈഡ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ നമ്മുടെ ഈ വിദൂരതയിലേക്കൊക്കെ നോക്കി കുറേ കാര്യങ്ങളൊക്കെ അയവിറക്കി പാട്ടും കേട്ട് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് കേട്ടിങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കൊല്ലം അല്ല, പ്രോപ്പർ കൊല്ലം അല്ലടാ, അല്ലാണ്ട് നമ്മൾ കുണ്ടറ അവിടെയായിരുന്നു ട്രെയിൻ ഇറങ്ങിയത്. അവിടെ ഇറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് കയറി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞാൻ ഒരു ചായ വാങ്ങി, സുവി ഒരു ചായ തന്നെ വാങ്ങി. പിന്നെ ഞാൻ അപ്പവും മുട്ടക്കറിയായിരുന്നു കഴിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സുവിനെയും അപ്പവും മുട്ടക്കറിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫുഡായിരുന്നു, ഭയങ്കര നല്ല ഫുഡല്ല, ഓക്കെ ഫുഡായിരുന്നു. നമുക്ക് മീറ്റിംഗ് വന്നിട്ട് നിള പാലസിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മീറ്റിംഗ് തുടങ്ങാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർമെലൻ്റെ ജ്യൂസായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞ് നമുക്കൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ലഞ്ച് ഞാൻ എടുത്തത് പൊറോട്ടയും ചിക്കനും അതുപോലെ തന്നെ സാലഡുമായിരുന്നു. സുവി ചോറാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഡെസേർട്ട് എടുത്ത്, അവൾക്ക് ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞു. ഞാൻ ഫ്രൂട്ട്സും ഐസ്ക്രീമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഉച്ച കഴിഞ്ഞാട്ടോ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വന്നപ്പോഴും സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പോഴും ഞാനിങ്ങനെ അയവറുത്തോണ്ടിരുന്നു, ഓർമ്മകളെല്ലാം ഇങ്ങനെ അയവറുത്തോണ്ടിരുന്നു. പിന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബൈ.